സ്നേഹമുള്ള നമ്മുടെ അധ്യാപകർ, മറ്റു സഹപാഠികളെ, സുഹൃത്തുക്കളെ, പിഞ്ചു മക്കളെ, 94-96 പേജിലെ പഴയ വിദ്യാർത്ഥികളും നമ്മുടെ പഴയ അധ്യാപകരും കൂടി ഒരുമിച്ച് കൂടുകയാണ്. 96 പേജിൽ നമ്മളൊപ്പം ഉണ്ടായിരുന്ന പല അധ്യാപകരും പിരിഞ്ഞുപോയി. ചിലർ അടുത്ത മാസത്തോടുകൂടി പിരിഞ്ഞു പോവുകയാണ്. അവരെല്ലാവരും ആദരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളുടെയും കടമയാണ്, ഒരു ബാധ്യത കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കുന്നത് നമ്മുടെ അധ്യക്ഷനായി ഫൈസലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി പ്രാർത്ഥനാകാലമാണ്. പ്രാർത്ഥനാകാലത്തിനായി നമ്മുടെ സഹപാഠി കൂടിയായ സാബിത്തിൻ്റെ മകള് ദാന സാബിത്ത്. വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ രക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും, അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും, അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ഏറ്റവും പ്രിയപ്പെട്ട അഭിമുഖരായ ഗുരുനാഥന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളെ, ഇന്ന് തിരികെ എന്ന ഒരു തലക്കെട്ടോടുകൂടി നാം വീണ്ടും ഈ സ്കൂളിൽ ഓടിക്കുമ്പോൾ നമുക്കറിയാം, ഇതിനു മുമ്പ് നാം 2 തവണ ഇവിടെ കൂടിയിട്ടുണ്ട്. ഒരു തവണ ഇവിടെയും ഒരു തവണ നമ്മൾ പുറത്തും കുട്ടികളൊക്കെ കൂടി കൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ വീണ്ടും ഇവിടെ തിരികെ എത്തിക്കാൻ കാരണം നമുക്കറിയാം, നമ്മൾ ഈ സ്കൂളിൽ നിന്ന് പണിയിറങ്ങിയതിന് ശേഷം നമ്മുടെ ആ കൂട്ട് നമുക്ക് എത്രത്തോളം അന്ന് നമ്മുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ സൗഹൃദം നമുക്ക് മറക്കാൻ കഴിയാത്തത് കൊണ്ടും നമ്മെ അറിവ് പകർന്നു തന്ന ആ ഗുരുനാഥന്മാരെ നമ്മളിപ്പോഴും ഓർക്കുന്നു എന്നുള്ളത് കൊണ്ടും തന്നെയാണ്. അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ആ സമയങ്ങളൊക്കെ മാറ്റിവെച്ച് ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. ൊക്കെ ഏറ്റവും അധികം മുൻകൈ എടുത്ത ഒരാളാണ് ഷഹീറ. ഇന്ന് ആ ഷഹീറ നമ്മോടൊപ്പമില്ല, ഫസലുക്ക ആൾ നമ്മോടൊപ്പമില്ല. ഒരു മിനിറ്റ് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് മൗനമായി പ്രാർത്ഥിക്കാം. മുന്നേറ്റത്തിൽ നിന്ന് അവരുടെ യോഗത്തിൽ നമുക്ക് പറ്റുചേരാം. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് സുരേഷാണ് ഒരു കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് സാക്ഷി സ്വാഗതം ചെയ്യുന്നു. ക്ഷണിക്കുന്നു.
ഇത് ഗുരുവായൂർക്ക് ചെറുപ്പടി ഹസ്ബൻഡ് പേര് സുരേഷ്. ഇനി ഞാനിതൊക്കെ എടുത്ത് പറയുന്നത് വെച്ചാല് പണ്ട് നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു, പിന്നെ നിങ്ങൾ ഇരട്ടയായി, പിന്നെ നിങ്ങളോടൊപ്പം കുടുംബം വന്ന് 3, 4, 5, 6 അംഗങ്ങളുടെ ഒക്കെയുള്ള കുടുംബമായി. ഇനി ഈ നമ്മള് അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ്. ഞാൻ ചെറുതും നിങ്ങളൊക്കെ വലിയ വലിയ ക്യാമറമാരായി തീർന്നതിലെ ടീച്ചറിനോട് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയും. ഉസ്മാൻ എന്നെ വിളിച്ചപ്പോ ഉസ്മാൻ എന്നെ പരിചയപ്പെടുത്താണ്. ഉസ്മാൻ ആരാധന പരിചയപ്പെടുത്താണ്. പിന്നെ പറഞ്ഞു ഉസ്മാനെ നമ്മള് ഇവിടെ പഠനത്തിന് ശേഷം പാവറട്ടിയില് ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഉസ്മാനെ കാണാനില്ല. പിന്നെ ഉസ്മാൻ വിളിക്കുന്നത് 2 ദിവസം മുമ്പാണ് ഉസ്മാൻ എന്നെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഉസ്മാനാണ്. ഉസ്മാന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ തിരികെ പോവുകയാണ്. നിങ്ങളെല്ലാം തിരികെ വന്നിരിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് തിരികെ പോവുകയാണ്. അന്നത്തെ ഒരു കാലഘട്ടത്തിലെ ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മയിൽ എടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഫൈസൽ പറഞ്ഞത് ഒരു സമരം കുറിച്ച കഥ. നമ്മുടെ ആദ്യത്തെ VHSC ഡേ ആഘോഷിച്ചതിന്റെ പിറ്റേ ദിവസം ആയിരിക്കണം ആ ഒരു സമരം അല്ലേ? ഒരു VHSC ഡേ നമ്മൾ നന്നായിട്ട് ആഘോഷിച്ചു. പക്ഷേ കുറച്ച് പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായി. തലേ ദിവസം ഞങ്ങൾ ഇവിടെ കുറച്ച് പേര് വന്ന് അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ച് പോയിരുന്നു. പിറ്റേ ദിവസം രാവിലെ വന്ന നേരത്ത് കുരുത്തോലകളൊന്നും കാണാനില്ല. സ്നേഹത്തോടുകൂടി വിളിച്ചപ്പോ പിന്നെ അത് ലീലാവിന്റെ കഴിഞ്ഞില്ല. അപ്പൊ എന്ത് പരിപാടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്ത് വന്നു. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരും കാണുമ്പോഴാണ് ഓരോരുത്തരെയും അന്നത്തെ ഒന്നാമത് എനിക്ക് നിങ്ങളെ ഇപ്പൊ കാണുന്നതിനേക്കാൾ ഇഷ്ടം പണ്ടത്തെ കുട്ടികൾ മനസ്സിൽ നിൽക്കുന്ന ആ പ്രായം തന്നെയാണ് ഇപ്പോഴും ഇഷ്ടം. അങ്ങനെയാണ് കാണുന്നത്. ഞാൻ ഫൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈസലിന് നീല കണ്ട ഓർമ്മയില്ല. പരിപാടിയൊന്നുമില്ല. അന്ന് നല്ല കഴിച്ചിട്ടുള്ളായിരുന്നു. അപ്പൊ 4 പേരിൽ ഒരാൾ കഴിച്ചോ അല്ലേ? പിന്നെ ലിസൺ ഉണ്ടായിരുന്നു. ലിസൺ പറഞ്ഞിട്ടായിരുന്നോ? പക്ഷെ ഫൈസലിനെ എപ്പോഴും കാണാറുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ഉണ്ട്. വീട്ടുകാരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉസ്മാൻ മാലികിനെ കണ്ട മനസ്സിലാവില്ല. പെട്ടെന്ന് തിരിച്ചറിഞ്ഞു എനിക്ക്. പരമേശ്വരത്ത് പിന്നിലേക്ക് പോയത് പരമേശ്വരന്റെ കുസൃതികളൊക്കെയാണ് എപ്പോഴും മനസ്സിൽ നിൽക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ ഫൈസല് ചോദിച്ചു ടീച്ചർമാരെല്ലാവരും അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ? എന്നാലും വേണ്ടില്ല. ഞങ്ങളൊരു 25 വർഷം ഞാൻ BSc പഠിക്കുമ്പോൾ 25 വർഷം കഴിഞ്ഞ ശേഷമാണ് അന്നത്തെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, ആ സിനിമകൾക്ക് ശേഷം
എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് അന്ന് മുതൽക്ക് ഇന്ന് വരെ എല്ലാ വർഷവും ഞങ്ങൾ ഗെറ്റ് ടുഗദർ ഉണ്ട്. ഈ റിട്ടയർ ചെയ്യാണ്. അപ്പൊ ഈ റിട്ടയർ ചെയ്ത് പോകുമ്പം നമ്മുടെ മനസ്സ് എന്നും ഈ നിങ്ങളുടെയൊക്കെ കൂടെ കടന്ന് കളിക്കുന്ന കാരണം കൊണ്ട് എപ്പോഴും അതുപോലെയൊക്കെ തന്നെയാണ്. പൈസ വരും, പക്ഷെ മനസ്സ് എപ്പോഴും ഈ ഒരു +2 കാലഘട്ടത്തിലേക്ക് തന്നെ ഞങ്ങൾക്ക് നിൽക്കുന്നത് പോലെ കോളേജ് അന്തരീക്ഷം. ഇപ്പോഴും നമ്മൾ വലിയ ആൾക്കാരായിരുന്നു നമുക്ക് തോന്നുന്നില്ല. ഗ്രൂപ്പീസൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ അല്ലേ, തോന്നുന്നുണ്ട്. അതുപോലെ നിങ്ങളൊക്കെ എന്തോ അന്ന് ഗോപാലകൃഷ്ണൻ സാറിനായിട്ടായിരുന്നു തോന്നുന്നുണ്ട് എനിക്ക്. കൂടെ പറയുന്നില്ല എന്താണെന്നറിയില്ല. പിന്നെ പിന്നെ എന്താ വെച്ചാൽ ഇതെല്ലാം നിങ്ങളുടെ പ്രായത്തിലെ കുസൃതികളായിട്ട് തന്നെ നമ്മൾ കാണുന്നത്. അത് നമുക്ക് നമ്മുടെ മക്കൾ ആ പ്രായം വരുമ്പോഴേ നമുക്കത് അറിയുള്ളൂ എന്തൊക്കെയാ പ്രായത്തിൽ ചെയ്തു കൂട്ടുക എന്നുള്ളത്. അതൊക്കെ നമുക്ക് നല്ല ബോധ്യമുള്ള കാരണം കൊണ്ട് അല്ലാതെ ഒന്നും നിൽക്കില്ല. അങ്ങനെ ഒരു പ്രായത്തിനനുസരിച്ച് എന്തായാലും നിങ്ങളെയൊക്കെ കണ്ടതിൽ വളരെ സന്തോഷം. പക്ഷേ ഇവരുടെ സ്നേഹം ഇന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? ഞാൻ ഇലക്ഷന് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് നിന്നപ്പോ വെമ്പനാടത്തെ പിള്ളേരിനെ വിളിയോട്ട് വിളിയ ആരെയും നമ്മൾ പഠിപ്പിച്ച പിള്ളേരെ ടീച്ചർ ഞങ്ങളെ കോൺഗ്രസ്സുകാരാണ്. ഞാൻ ഇതിന്റെ പാനലിൽ നിന്നാൽ കൂടി ഇവരെല്ലാവരും കൂടി എന്നെ വിളിക്കാണ് ടീച്ചറെ ഞാൻ ഫുൾ സപ്പോർട്ടാണ്, ടീച്ചർ ജയിക്കും, ടീച്ചർ അഭിവാദ്യങ്ങൾ പറഞ്ഞിട്ട് ഇവരുടെ വിളി തന്നെ കുറേ വിളി ഞാൻ ജയിക്കും. ഇവരുടെയൊക്കെ വിളിക്കാനും ഞാൻ ജയിക്കുന്നത്. പക്ഷെ എന്നാലും ഒരു സൗഹൃദം അവർ സൂക്ഷിച്ചുകൊണ്ട് നമ്മളെ വിളിച്ചു എന്നുള്ളതൊരു ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു നിലയിലെത്തിയപ്പോ നമ്മളെ ഓർമ്മ അവര് ശബ്ദമൊക്കെ അതിന് വേണ്ടി കുറെ പരിശ്രമിച്ചിട്ടുണ്ട്. ഈ പരിസരത്തുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ മുസ്ലിം അവരുടെ കാറ്റഗറിയിൽ അവരുടെ അവരോട് പറഞ്ഞിരിക്കുക മേജർ വോട്ട് ചെയ്തോളൂ. അതിപ്പോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, അത് നമ്മുടെ ആ ഒരു താല്പര്യം കൊണ്ടുള്ള അവരുടെ മനസ്സിലാവും. എനിക്ക് മനസ്സിലായി. അപ്പൊ അവർ നിങ്ങളുടെയൊക്കെ സ്നേഹം എപ്പോഴും ഞങ്ങളുടെ ഉള്ളിലുണ്ട്. പിന്നെ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ചെറുപ്പം തന്നെയാണ്. ഞാൻ റിട്ടയർ ചെയ്തെന്ന് പറയുമ്പോൾ ആരും സമ്മതിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഡെയിലി ഇപ്പോഴും ഇന്നലെ ആനിവേഴ്സറിക്ക് വന്നപ്പോ പറയാം ഉള്ളി ചാടി നടക്കണം, ഇപ്പോഴും ലൈവാണ് ടീച്ചർ. ഞാൻ നോക്കിയില്ല, ഞാൻ അതിപ്പോ പിന്നെ തിരിച്ചൊരു ഇവരാണ് ഷൗട്ടത്ത് കൊണ്ടുവരാണ്. എല്ലാവരുടെയും ആ നല്ല മനസ്സിനെ ഞങ്ങൾ നമിക്കുകയാണ്. പിന്നെ ഗേൾസ് നമ്മുടെ കാലഘട്ടത്തിൽ കൂടുതൽ ബോയ്സിനോട് കൂടുതൽ കമ്പനിയായിട്ട്. കാരണം ഇത് കുസൃതി കൂടുതൽ അവർക്കായിരുന്നു. കാരണം എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞു ഷാഫിയുടെ വഴക്ക് ഷാഫി ഫൈസലും ഷാഫി വെള്ളം കുടിക്കാൻ പോയി ഗോപാലകൃഷ്ണൻ ക്ലാസ് കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഗ്രൂപ്പിസറായി വെച്ചാൽ അവിടെ ഒരു ഗ്രൂപ്പിസറായി. പക്ഷെ നമ്മള് ടീച്ചേഴ്സ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് നിങ്ങളെ സോൾവ് ആക്കിയതുകൊണ്ട് നിങ്ങളെ പൂർവ്വം നിങ്ങളുടെ കമ്പനിയായി. പക്ഷെ നമ്മുടെ നിങ്ങളിലൂടെയാണ് ശരിക്കും ഇവിടെ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങളിലൂടെയാണ് നിങ്ങൾ പഠിച്ച് ഇറങ്ങിയതിന് ശേഷം നിങ്ങളുടെ ജീവിത നിലവാരത്തിന്റെ ഗ്രാഫ് ഉയർത്താൻ ശ്രമിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. കാരണം നിങ്ങൾ താഴ്ന്ന നിലയിലേക്കല്ല പറഞ്ഞത്, ഉയർന്നത് തന്നെ പോയി എന്നതിലാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളത്. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ ഈ വേദിയിലേക്ക് ഞങ്ങളെ വിളിച്ച് ആദരിച്ചതും വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. അപ്പം നിങ്ങളുടെ ഈ കൂട്ടായ്മ ഇനിയുമുള്ള വർഷങ്ങളിലും ഉണ്ടാവട്ടെ. ഞങ്ങൾക്കതിൽ പങ്കെടുക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ. പിന്നെ എല്ലാവരുടെ കുടുംബത്തിനും നല്ല ആരോഗ്യവും സൗകര്യങ്ങളും നേരുന്നു. എല്ലാവരും നല്ല കൂട്ടായ്മയുണ്ടെന്ന് മനസ്സിലായി. കുറച്ചു പേരൊന്നും അവൻ കണ്ടിരുന്നില്ല. സാധിപ്പിനൊക്കെ അമ്മ ഭയങ്കര വിഷമം തോന്നി പോയിട്ട് വീട്ടിൽ പോയി കണ്ടിട്ടൊക്കെ ഉണ്ടെന്ന്. പിന്നെ അന്വേഷിച്ച്
മലയാളി എല്ലാവർക്കും നല്ല ഭാഗങ്ങൾ സംസാരിക്കും. ഇങ്ങനൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പല സ്ഥലത്തും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്കൂൾ മാനേജ്മെൻറ്റിനെ സമീപിക്കുകയും പ്രത്യേകം എടുത്ത് പറയേണ്ടത് നമ്മുടെ മുൻകാല മാനേജറായിരുന്ന മുഹമ്മദ് ഹാജി അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അവരുടെ മക്കളായ അഹമ്മദിനും എത്തിയ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ജനസുണ്ട്, അതുപോലെ കുടുംബിനികളായ എൻ്റെ സുഹൃത്തുക്കളും പലരും ഇവിടെ എത്താമെന്നുള്ള നമ്മളോട് കമ്മിറ്റ്മെൻറ്റ് ചെയ്ത പലർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടാണ് അവരുടെ ഒഴിവുകൾ അവർ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയും വരുന്ന വർഷങ്ങളിൽ ഇതുപോലെയുള്ള സംഗമങ്ങൾ നമുക്ക് നടത്താൻ കഴിയട്ടെ എന്നോട് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒറ്റവാക്കി TBHSC 96ൻ്റെ പേരിൽ കൃത്യമായ നന്ദി എല്ലാവർക്കും അർപ്പിക്കുന്നു.
ഞങ്ങളുടെ പാരൻസ് ഇവിടെ വന്ന് ആഘോഷിക്കണ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പാരൻസ് ഇവിടെ വന്ന് സന്തോഷിക്കണ കണ്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. പാരൻസ് വന്നപ്പോൾ കുട്ടികളൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമൊക്കെയായി. ഞങ്ങളെ പാരൻസ് ഇവിടെ വന്ന് ഓൾഡ് മെമ്മറീസ് ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക്